ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് പഠിക്കുന്ന വിഷയത്തിലുള്ള ഈ ഒരു കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് മീനാക്ഷി ഇതിന് ആ കമൻറ്റിൽ മീനാക്ഷി പറയുന്നുണ്ട് കോർട്ടിലേക്ക് പോകാനും താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിൽ. എന്താണ് മീനാക്ഷിക്ക് ഒന്നും കൂടി അത് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു കാസ്റ്റ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് പാഠ്യ വിഷയങ്ങളിൽ വേണമോ ഇല്ലയോ എന്നുള്ളതിൽ? അതുറപ്പായിട്ടും വേണം. കാരണം നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചരിത്രമാണല്ലോ, അപ്പൊ നടന്ന കാര്യങ്ങളെയാണല്ലോ നമ്മൾ പഠിക്കേണ്ടതും പറയേണ്ടതും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതുണ്ട് എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം ഇത് കൃത്യമായ അർത്ഥത്തിലല്ല നമ്മളിത് പഠിക്കുന്നത് എന്നും കൂടെ ഒരു വിഷയമുണ്ട്. അതായത് ആക്ച്വലി നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദളിത് എന്ന വാക്കിനെ പറ്റിയും അൺടച്ചബിലിറ്റി എന്ന വാക്കിനെ പറ്റിയൊക്കെയാണ് ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ നമ്മളിത് പഠിക്കുമ്പം ആക്ച്വലി ദളിത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ കുറേ സ്ഥലത്ത് നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നവർ, എവിടെ നിന്നൊക്കെയോ നമ്മൾ ചെതറിക്കിടന്ന ആൾക്കാർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷെ അത് എത്ര കുട്ടികൾക്കറിയാം? നമ്മളെല്ലാവരെയും ദളിതിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അവരെയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ പഠിച്ചത് വെച്ച് ഞാൻ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുറേ ആൾക്കാരെ ഒരുമിപ്പിച്ച് നിർത്തി ഒരു കൂട്ടമാക്കിയതാണ് ആക്ച്വലി ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം. ഒരുപാട് പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന ശാരീരികമായിട്ട് ചെയ്യുന്ന അധ്വാനങ്ങളും ഇതൊക്കെ കൊണ്ട് കാസ്റ്റ് ഹയറാർക്കിയൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതൊക്കെ കൊണ്ട് ഇവരെ ഭയങ്കര ആരൊക്കെയോ കഴിഞ്ഞും താഴ്ന്ന ആൾക്കാരായി അന്ന് കാണപ്പെട്ടിരുന്നു. അപ്പോൾ ഇവരെവിടുന്ന് വന്നു, ഇവരുടെ ഉത്ഭവം എവിടെ നിന്നാണ്, അത് തൊട്ട് ഇന്ന് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലേ? കാസ്റ്റ് ഹയറാർക്കി മാത്രം പഠിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ദളിത്, അൺടച്ചബിൾസ് എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒക്കെ സംശയം തോന്നാം. ഇപ്പം എൻ്റെ വീട്ടിലും കുട്ടികളുള്ള ആളാണ്, എനിക്ക് അനിയന്മാരൊക്കെ ഉള്ളതാണ്, ഞാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അപ്പം കുട്ടികൾ ഉറപ്പായിട്ടും വിചാരിക്കും, ഓ ഇപ്പോഴും നമ്മളെ കഴിഞ്ഞും അല്ലെങ്കിൽ ആരെയൊക്കെയോ കഴിഞ്ഞും താഴ്ന്നു നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയല്ല, അന്നത് ചെയ്തിരുന്നു, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പഠിപ്പിക്കേണ്ട ആവശ്യം കൂടി ഉണ്ട്. അല്ലാതെ അത് പറയാതിരിക്കുക എന്നുള്ളതൊരു സൊല്യൂഷൻ അല്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ അൺടച്ചബിൾ ഇടുന്ന വാക്കിൻ്റെ കൂടെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഭാഗം എന്നും കൂടെ ഇട്ടാലും ഈ കൺഫ്യൂഷൻ നമുക്ക് വരില്ല. ഇങ്ങനെയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുണ്ടോ എന്നുള്ളൊരു പ്രശ്നം വരില്ല. ഇതിപ്പം പണ്ട് കാലത്തെന്ന് പറയുമ്പം ഈ ദളിത് വിഭാഗത്തിനെയും സ്ത്രീകളെയും ഒക്കെ ഇന്നത്തെ സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടെ നോക്കിക്കാണുന്ന ഒരു മനോഭാവമുണ്ട്. അതുപോലെ തന്നെയായിരുന്നു അന്ന് നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു കാണും ആ കാലത്തെ സ്ത്രീകളും ഈ പറയപ്പെടുന്ന വിഭാഗങ്ങളും ഒക്കെയെന്ന് നമ്മൾ ആലോചിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ഇത് കൃത്യമായ രീതിയിൽ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കൃത്യമായ വാക്കുകളുടെ അർത്ഥവും അല്ലെങ്കിൽ ഇപ്പം ഇന്നെങ്ങനെയാണ്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇവരെങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാവരും മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ സ്പീഷീസാണ്, നമ്മളെല്ലാവർക്കും അതേ വില കൊടുത്ത് അല്ലെങ്കിൽ അതേ കണ്ണിക്കൂടെ കാണണം.